കടൽ കടന്നെത്തിയ ദുരന്തത്തിന് പിന്നാലെ നാടിനെ നടുക്കി മറ്റൊരു വിയോഗം കൂടി. ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിനേഷിന് പിന്നാലെ നീതിക്കായി പോരാടിയ ഭാര്യ രേഷ്മയും യാത്രയായി. 2 മരണങ്ങളിലും നിഴലിക്കുന്നത് ബ്ലേഡ് മാഫിയയുടെ കറുത്ത കരങ്ങളോ? ബാക്കിയായി 10 വയസ്സുകാരി. സർവത്ര ദുരൂഹത. ഇസ്രായേലിൽ ഭർത്താവ്, നാട്ടിൽ ഭാര്യ. 6 മാസത്തെ ഇടവേളയിൽ ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതാകുമ്പോൾ ആ മരണങ്ങൾക്ക് പിന്നിൽ പലിശക്കാരുടെ കൊടും ക്രൂരതയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസമാണ് വയനാട് സ്വദേശിയായ ജിനേഷ് സുകുമാരനെ ഇസ്രായേലിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ പരിചരിച്ചിരുന്ന വയോധികയുടെ മൃതദേഹത്തിന് സമീപം തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ജിനേഷ്. അതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ പോലീസ് ഇന്നും വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. ഭർത്താവിന്റെ മരണത്തിലെ സത്യമറിയാൻ നെഞ്ചുരുകി കാത്തിരുന്ന ഭാര്യ രേഷ്മ ഒടുവിൽ ഡിസംബർ അവസാന വാരം ജീവനൊടുക്കിയതോടെയാണ് കഥയിലെ വില്ലൻ പലിശക്കാരാണെന്നുള്ള വിവരം പുറത്തുവരുന്നത്. ഇസ്രായേലിലേക്ക് പോകാനായി ജിനേഷ് നാട്ടിലെ പലിശക്കാരിൽ നിന്നും വൻ തുക കടം വാങ്ങിയിരുന്നു. പണം തിരികെ ലഭിക്കാൻ ഇവർ ജിനേഷിനെയും രേഷ്മയെയും നിരന്തരം വേട്ടയാടിയിരുന്നതായാണ് ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ. ഇസ്രായേലിൽ വെച്ച് ജിനേഷിന്റെ മരണത്തിന് കാരണമായതും നാട്ടിൽ രേഷ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടതും ഈ ഭീഷണികളാണോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 10 വയസ്സുകാരി ആരാധ്യയെ തനിച്ചാക്കി അവർ പോകുമ്പോൾ ഈ മരണങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് നിയമ സംവിധാനങ്ങളാണ്. ബ്ലേഡ് മാഫിയയുടെ കുരുക്കിൽ ഇനിയും ഒരു ജീവൻ പൊലിയാതിരിക്കാൻ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.